എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും നമസ്കാരം. നമ്മുടെ സ്ഥിരം ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥലത്തല്ല ഞാൻ ഇന്നിരിക്കുന്നത്. സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷന്റെ ഒരു ഗവേണിംഗ് കൗൺസിൽ അംഗം കൂടെയാണ് ഞാൻ. ഇന്ന് അതിന്റെ ഒരു ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ആലപ്പുഴ വെച്ചുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഗസ്റ്റ് ഹൗസിലാണ് ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ എനിക്കുള്ളൊരു കംഫർട്ടിന്റെ ഒരു ചെറിയ പരിമിതിയുണ്ട്. സ്ഥിരം ഇരിക്കുന്ന സ്ഥലമാകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി നന്നായി അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട്. അതിന് ചെറിയ മങ്ങൽ ഏൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം എനിക്കുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു അക്കാഡമിക് സെക്ഷൻ വരുന്ന ഒരു ക്ലാസ് അല്ല. ഇതിനെ നിങ്ങളുടെ മുമ്പിൽ ഒരു ആമുഖം അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർമ്മിത ബുദ്ധിയുടെ ഒരു ഏരിയ, അതായത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇമെയിൽ എങ്ങനെ ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ജിമെയിലിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അതൊരു ജനറൽ ആയിട്ട് എടുത്തതാണ്. പക്ഷെ ജിമെയിലിൽ അതിന്റെ വലിയ സാധ്യതകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഇനി വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ അതിനകത്തൊരു ബുദ്ധി, നിർമ്മിത ബുദ്ധി എന്താണ് ബുദ്ധി എന്ന് മനസ്സിലാക്കിയാലല്ലേ നിർമ്മിത ബുദ്ധി അഥവാ കൃത്രിമ ബുദ്ധി എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എന്താണ് ബുദ്ധി? ബുദ്ധിയെ കുറിച്ച് ധാരാളം തിയറികളുണ്ട്. അതില് ഏറ്റവും ശ്രദ്ധേയമായ ഒരു തിയറി എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഈസ് എ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന് പരക്കെ പറയുന്നത്. എന്നാൽ കൂടുതൽ ശാസ്ത്രീയമായി പഠിച്ചു ബുദ്ധിയെ നമുക്ക് അളക്കാൻ കഴിയും. ബുദ്ധിയെ അളക്കുന്നതിന് ഒരു ഏകകമുണ്ട്, IQ എന്നാണ് പറഞ്ഞത്, ഇന്റലിജൻസ് ക്വസ്റ്റ്യന്റ്. അപ്പൊ IQ 0 മുതൽ 200 വരെയാണ് IQ. അതിൽ ശരാശരി IQ എന്ന് പറയുന്നത് എത്രയാണ്? 100. നമുക്കെല്ലാം നമ്മുടെയൊക്കെ ബുദ്ധി അളന്നു കഴിഞ്ഞാൽ 100, 105, 98 ഒക്കെ ആയിരിക്കും. വലിയ ബുദ്ധിരാക്ഷസന്മാരുടെ ബുദ്ധി ഏതാണ്ട് 130, 140 ഒക്കെ വരും. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ ബുദ്ധി 40, 50, 70 ആ രീതിയിൽ ഒക്കെ വരും. അപ്പൊ ഇതാണ് ബുദ്ധിയെ നമുക്ക് ബുദ്ധിയെ അളക്കുന്നതിന് വേണ്ടി ടെക്സ്റ്റുകളുണ്ട്, പലതരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ക്വസ്റ്റ്യനെയർ വെച്ച് ചെയ്യുന്നുണ്ട്, പസിൽസുകൾ വെച്ച് ചെയ്യുന്നുണ്ട്. ഇന്ത്യയില് പരക്കെ അറിയപ്പെടുന്ന ഭാട്ടിയാസ് ടെസ്റ്റ് ബാറ്ററി എന്ന് പറയുന്ന ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പൊ എന്താണ് അവിടെ ഇതിനകത്ത് ഈ ബുദ്ധിശക്തിയെ അളക്കുമ്പോൾ പരിഗണിക്കുന്ന ഘടകങ്ങൾ? അതായിരിക്കുമല്ലോ ബുദ്ധിയുടെ ഘടകങ്ങൾ. അത് ഒരു 8 ഫാക്ടർ തിയറി എന്ന് പറയുന്ന ഒരു തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ബുദ്ധിയെ, IQ എന്ന് പറയുന്ന ബുദ്ധിയെ നിർണ്ണയിക്കുന്ന ടെസ്റ്റ് നടത്തുന്നത്. അത് 8 ഘടകങ്ങളാണ്. ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, സ്പേഷ്യൽ എബിലിറ്റി, അതായത് ത്രിമാനത്തിൽ ഒരു കാര്യങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുന്ന കുറെ 8ഓളം ഘടകങ്ങൾ ചേരുന്നതാണ് ബുദ്ധി. അപ്പൊ അതുപോലെ മനുഷ്യന്റെ ജൈവ ബുദ്ധിക്ക് സമാനമായ ഘടകങ്ങൾ ചേരുന്നത് തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മാത്തമാറ്റിക്കലി ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, സംഖ്യകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. വെർബൽ എബിലിറ്റി ഉണ്ട്, വെർബലാണ് പ്രധാനം. ന്യൂമറിക്കൽ എബിലിറ്റി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അത് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് കണക്ക് കൂട്ടുന്നത് പോലെ കാൽക്കുലേറ്റർ വലിയ വലിയ കണക്കുകൾ വളരെ വേഗത്തിൽ കണക്കാക്കുന്നു. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി പോലെ കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഭാഷയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി, ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അങ്ങനെ ഭാഷയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന നിർമ്മിത ബുദ്ധി ആപ്ലിക്കേഷനുകളിൽ ഭൂരിപക്ഷം. ഇപ്പൊ ChatGPT, ജെമിനി എന്നൊക്കെ പറയുന്ന മെറ്റായി എന്നൊക്കെ പറയുന്നതെല്ലാം ഭാഷാ മോഡലുകളാണ്, ഭാഷാ മാതൃകകളാണ്, ലാംഗ്വേജ് മോഡലുകൾ എന്നാണ് പറയുന്നത്. സൗണ്ട് ഇല്ല കേട്ടോ. ഹലോ ഹലോ, ആരോ എന്തോ ചോദിച്ചല്ലോ. സൗണ്ട്
സൗണ്ട് കേൾക്കുന്നില്ല. കേൾക്കാത്ത മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. കേൾക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. സുമ രാജേഷ്, അഷ്ടമി ചന്ദ്രൻ, രതീഷ് കുമാർ, അത് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തിരുന്ന ആളാണ്. അപ്പോ നിങ്ങളുടെ സ്പീക്കർ ഒന്ന് മൊബൈലാണെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഒന്ന് കയറും, ഒന്നുകൂടെ ഒന്ന് ജോയിൻ ചെയ്യൂ. ഓക്കെ, ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഓക്കെ, യെസ്, ഞാൻ തുടരുകയാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് കരുതുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഭാഷാ മാതൃകകൾ, ലാർജ് ലാംഗ്വേജ് മോഡൽ, പ്രീ ട്രെയിൻഡ് ലാംഗ്വേജ് മോഡൽ, അങ്ങനെയൊക്കെ വിവിധ ലാംഗ്വേജ് മോഡലുകളെ ആശ്രയിച്ചാണ് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന സാധനം ഏത് സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് അതിന്റെ ശൈശവ അവസ്ഥയിലാണ്. ഏതാണ്ട് 2-2.5 വർഷമേ ആയിട്ടുള്ളൂ നിർമ്മിത ബുദ്ധി സാധാരണക്കാരന്റെ വീണ്ടും ഇതില് മറ്റാരോ പിൻ ചെയ്തു. അതെ, ദാസ് പിൻ ചെയ്തിരിക്കുന്നു. അത് അൺപിൻ ചെയ്യണം. നിങ്ങൾ ക്ലാസ് നടക്കുന്ന സമയത്ത് ഇതിന്റെ സ്ക്രീനില് നിങ്ങളുടെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചാലും സ്ക്രീനിൽ കാണുന്ന ബട്ടണുകളിലൊന്നും ചെയ്യാതിരിക്കുക. അപ്പോ സ്ക്രീനില് അതുപോലെ തന്നെ ഇപ്പോ അളകദാസ് പിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു 2 ആയിട്ട് കാണുന്നത്. അളകദാസ് PS അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നു. ഹലോ, ഓക്കെ ഇപ്പൊ ശരിയായി. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആവുമ്പോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ക്ലാസ് മുതൽ അതെല്ലാവരും ഒന്ന് ആദ്യമായിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സിൽ വരുന്നവരും ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതൊരു പ്രശ്നമല്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുതൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ ഈ ഭാഷാ മാതൃകകളാണ് ഇത്. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ ഈ വരുന്ന നമുക്ക് ചാറ്റ് GPT, ജെമിനി അടക്കമുള്ള സാധനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും ചിന്തിച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ധാരാളം ആപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഉള്ള പ്രസക്തി എന്ന് പറയുന്നത് ഇത് ഏത് സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളായി നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സിന് പ്രസക്തി വരുന്നത്. എന്താണ് നിർമ്മിത ബുദ്ധി? മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമല്ല. നമ്മുടെ പരിമിതികളെ അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനമാണ് നിർമ്മിത ബുദ്ധി. ഈ നിർമ്മിത ബുദ്ധി നമുക്ക് കാര്യക്ഷമമായി ഉപയോഗിക്കണം. ഈ നിർമ്മിത ബുദ്ധിയെ നമുക്ക് എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റും? ഞാനൊരു സംഭവം പറയാം. ഒരു കഥയല്ല, ഒരു ചരിത്ര സംഭവമാണ്. ഗ്രീസ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ആറ്റില എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആറ്റില മരമണ്ടനായ ഒരു രാജാവായിരുന്നു. പക്ഷെ ഗ്രീസിലെ വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചത് ഈ ആറ്റിലയാണ്. ആറ്റില എങ്ങനെയാണ് ഗ്രീസിൽ, മണ്ടനായ ആറ്റില എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് പിൽക്കാലത്ത് പഠനം നടത്തി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ് ആ പഠനം നടത്തിയത്. ആ പഠനത്തിൽ കണ്ടെത്തിയത്
മണ്ടനായ ആറ്റിലേക്ക് ഒരേ ഒരു കഴിവേ ഉണ്ടായിരുന്നുള്ളൂ, ബുദ്ധിമാന്മാരെ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ്. ആ ബുദ്ധിമാന്മാരെ പ്രയോജനപ്പെടുത്താനുള്ള ഒരൊറ്റ കഴിവ് കൊണ്ടാണ് ആറ്റില ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ചത്. ബുദ്ധിമാന്മാരെ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത് മാനേജ്മെന്റിലെ ഏറ്റവും വലിയ ടെക്നിക്കാണ്. നിങ്ങളുടെ നാട്ടിലെ സാമ്പത്തികമായി വലിയ വിജയം നേടിയവർ അല്ലെങ്കിൽ പ്രൊഫഷണൽ വലിയ വിജയം നേടിയവരെയൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവര് അസാധാരണ ബുദ്ധിമാന്മാരൊന്നും ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ഏറ്റവും കൂടുതൽ സമ്പാദിച്ച് കൂട്ടിയ സമ്പന്നൻ അക്ഷരാഭ്യാസം പോലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവർക്കൊരു കഴിവുണ്ട്, ബുദ്ധിമാനെ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അപ്പോ ആറ്റിലെ ബുദ്ധിമാന്മാരെ പ്രയോജനപ്പെടുത്തി ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ചു എങ്കിൽ നമുക്ക് അസാധാരണമായ ഒരു ബുദ്ധിയുള്ള, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറം ബുദ്ധിയുള്ള ഒരു സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി, നിങ്ങളുടെ പ്രവർത്തന രംഗത്തിന്റെ വിജയത്തിന് വേണ്ടി ഈ ടൂളിനെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ, നിങ്ങളുടെ ദൗത്യങ്ങളുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ മെരുക്കിയെടുക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. എങ്ങനെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നത്. അപ്പൊ അത് അങ്ങനെയുള്ളൊരു കോഴ്സാണ്, അങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവരുടെ ഒരു പൊതു സ്വഭാവം, അത് നമ്മൾ അടുത്ത ദിവസം ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും, അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. എന്നാൽ എനിക്കിപ്പോ ഇതിൽ നിന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ആൾക്കാരിൽ നിന്നും നമ്മൾ നേരത്തെ പരിചയപ്പെട്ടവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതിൽ കൂടുതൽ പേര് 40-45 വയസ്സിൽ മേലിൽ പ്രായമുള്ള ആൾക്കാരെ ഇതിനകത്ത് കൂടുതൽ പേരുള്ളത്. അപ്പോ 45 വയസ്സിന് മേൽ പ്രായമുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അത് ആ ഒരു രീതിശാസ്ത്രമായിരിക്കും ഇതിനകത്ത് നമ്മൾ പിന്തുടരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി വെച്ചു എന്നതുകൊണ്ട് ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നില്ല. നമുക്കറിയാം, ഗൂഗിൾ വന്നിട്ട് ദശാബ്ദങ്ങൾ പലത് കഴിഞ്ഞു. ഗൂഗിൾ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇനി നമ്മുടെ ലൈബ്രറികളെല്ലാം അടച്ചുപൂട്ടും, എല്ലാ ആവശ്യത്തിനും ഗൂഗിൾ ഉപയോഗിക്കും, ഗൂഗിൾ ഉപയോഗിച്ച ജനം ലോകം മുഴുവൻ ഒരു ഭയങ്കര വൈജ്ഞാനിക വിസ്ഫോടനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചോ? നമ്മൾ എത്ര പേര് ഗൂഗിൾ ഉപയോഗിച്ച്? എത്ര പേർക്ക് ഗൂഗിൾ ഉപയോഗിക്കാൻ അറിയാം? നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് റിസൾട്ട് വരുന്നത് ചിലപ്പോ 1,00,000 പേജ്, 50,000 പേജ്, 25,000 പേജ് ഒക്കെയാണ്. അപ്പൊ ഈ 25,000 പേജുകളും നമ്മൾ ഓരോന്നായിട്ട് നോക്കാറില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു റിസൾട്ട് വരുന്നത് കൃത്യമായി നമുക്ക് സെർച്ച് ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ്, സെർച്ച് ചെയ്യാനുള്ള ടെക്നിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കൃത്യമായി നിങ്ങളൊരു വിവരം അന്വേഷിക്കുമ്പോൾ ആ വിവരവുമായി ഏറ്റവും അടുത്ത് വരുന്ന 10-15 പേജുകളിലേക്ക് പോകാൻ പറ്റുന്ന മാർഗങ്ങളുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് പേജുകൾ വരുന്നത്. അതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം. അങ്ങനെയുള്ളൊരു അടിസ്ഥാനപരമായ ഒരു സ്കിൽ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാനുള്ള ഒരു സ്കിൽ ആണ് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും തരുന്നത്. കാരണം ChatGPT-യുടെ വരവോടുകൂടി ഓരോ ദിവസവും 100 കണക്കിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ വരുന്നുണ്ട്. പലതും പെയ്ഡാണ്. അപ്പോ ഈ പെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചിലത് കുറച്ച് ആഴ്ചകൾ ഉപയോഗിക്കാൻ പറ്റും, ചില ക്രെഡിറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല വേറെ ആർട്ടിഫിഷ്യൽ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ മാറി പോകണം. ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ വന്നാലും അത് ഉപയോഗിക്കാനുള്ള പ്രാപ്തിയും നമുക്ക് നേടിയെടുക്കണം. അത് നമ്മുടെ ഈ കോഴ്സിന്റെ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്താ വേണ്ടത്?
ഞാൻ ഈ ഗൂഗിൾ വന്ന സമയത്ത്, ഇന്റർനെറ്റ് വന്ന സമയത്ത് ഇന്റർനെറ്റ് ക്ലാസ്സുകൾ ധാരാളം എടുത്തിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പോയി ധാരാളം ക്ലാസ്സുകൾ എടുത്തു. അന്ന് ഇന്റർനെറ്റിനെ കുറിച്ച് ഇങ്ങനെ ഗൂഗിളിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരോട് ചോദിക്കും, ക്ലാസ് ഇരിക്കുന്നവരോട് ചോദിക്കാം, എന്തറിവും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു അസാധാരണമായ ഒരു വിജ്ഞാന സമ്പത്ത് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് പറയൂ, അത് ഉടനടി ഇപ്പൊ തരും. ഓരോരുത്തരോട് ചോദിക്കും. ആരും ഒന്നും പറഞ്ഞില്ല. എന്താ നിങ്ങൾക്ക് എന്തറിവാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഒരു ഉത്തരവില്ലായിരുന്നു. ഇന്നിപ്പോ AI ക്ലാസ്സുകളും ധാരാളം ക്ലാസ്സുകൾ ഓഫ്ലൈനിൽ എടുത്തു. ഈ ഓഫ്ലൈനിൽ AI ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ എന്ത് പ്രശ്നവും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്താണ് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കേണ്ടത്? ഒരു ഉദാഹരണം നമുക്ക് ഇവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്, ഒന്ന് പറയൂ എന്ന് നമ്മുടെ പഠിതാക്കളോട് ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും പറയാനില്ല, ചോദിക്കാനില്ല. ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ആഗ്രഹം, നിങ്ങൾക്ക് ഒരു ലക്ഷ്യം, നിങ്ങൾക്കൊരു മോഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ. അതിനുവേണ്ടിയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രവർത്തന പദ്ധതി വേണം, നിങ്ങൾക്കൊരു ആഗ്രഹം വേണം, നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം, എങ്കിൽ മാത്രം നിങ്ങൾക്കൊരു സ്വപ്നം വേണം, അടിസ്ഥാനപരമായ ഒരു സ്വപ്നം വേണം. ആ സ്വപ്നം സഫലമാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. ഞാനൊരു കഥ കൂടെ പറഞ്ഞിട്ട്, അതും കഥയല്ല, ഒരു നടന്ന സംഭവം കൂടെ ഒന്ന് സൂചിപ്പിക്കാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 30 ബ്രിട്ടീഷ് പട്ടാളക്കാര് നാസി തടവ് പാളയത്തിലായി. അന്ന് നാസി തടവ് പാളയത്തിലായ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്ന് അവര് മരണത്തിന് കീഴടങ്ങിയിട്ട് വരും. ഗ്യാസ് ചാമ്പറിലിട്ടാണോ, വെടിവെച്ചാണോ, പട്ടിണിക്കിട്ടാണോ, ഏത് രീതിയിലാണ് ഞങ്ങൾ മരിക്കാൻ പോകുന്നത് എന്നത് മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ. അങ്ങനെ നിരാശരായി 30 പേരും കഴിയുമ്പോൾ ഒരു പട്ടാളക്കാരൻ അവനിതൊന്നും പ്രശ്നമില്ല, അവനിങ്ങനെ ഒരു സ്വപ്നലോകത്തായിരുന്നു, അവനൊരു ആഗ്രഹമുണ്ടായിരുന്നു, അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അവളെ ലോകത്തിന്റെ പല ഭാഗത്ത് കൊണ്ടുപോകണം, അവൾക്ക് അസുഖം വരുമ്പോൾ മടിയിൽ കിടത്തി അവളെ തലോടണം, നല്ല ആഹാരങ്ങൾ അവൾക്ക് വാങ്ങിക്കൊടുക്കണം, നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, അങ്ങനെ അവളെ സ്നേഹിച്ച് മറ്റാരും സ്നേഹിക്കാത്ത വിധത്തിൽ ഒരു സ്ത്രീയെ, അയാളുടെ ഭാര്യയെ സ്നേഹിക്കണം. ഇത് അയാളുടെ ഒരു ആഗ്രഹമായി. ഇയാൾ ഈ ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ ഇട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇതായിരുന്നു അയാളുടെ സ്വപ്നം. ഈ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഇവരെല്ലാം സാധാരണ ദിവസങ്ങളിൽ എന്ന പോലെ ഇവരെ പുറത്ത് പണി ചെയ്യാനായി കോട്ടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകും. കോട്ടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പട്ടാളക്കാരനെ എണ്ണും. അന്ന് നാസി പട്ടാളക്കാരന് എണ്ണിയതിൽ ഒരു പെശക് പറ്റി. 28 2 പ്രാവശ്യം എണ്ണി. അതായത് 30 പേരെ കൊണ്ടുപോയപ്പോൾ 31 പേരായി. 28 2 പ്രാവശ്യം എണ്ണിയപ്പോൾ ഇത് ഈ പട്ടാളക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അന്ന് വൈകുന്നേരം ഒരു കിടങ്ങിൽ ഒളിച്ചിരുന്നു. വൈകുന്നേരം ഈ പുറത്തേക്ക് കൊണ്ടുപോയവരെയൊക്കെ എല്ലാം തിരിച്ച് എണ്ണിക്കയറ്റി. അവരുടെ കണക്കനുസരിച്ച് 30 പേരാണ്. എണ്ണിയപ്പോഴും 30 പേർ കോട്ടവാതിൽ അടച്ചു. അന്ന് രാത്രി ഈ പട്ടാളക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. യുദ്ധം അവസാനിച്ചു. യുദ്ധം അവസാനിച്ചതിന് ശേഷം BBC യുദ്ധത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആൾക്കാരെ കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്തു. ആ പ്രോഗ്രാമിൽ ഏറ്റവും ശ്രദ്ധേയനായത് ഇദ്ദേഹമായിരുന്നു. അദ്ദേഹം സ്വപ്നം കണ്ടതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. ഇവിടെ എന്താ ഈ കഥയിലെ ഈ നടന്ന സംഭവത്തിൽ എന്താണ് അതിന്റെ പിന്നിലെ? നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ മുന്നിൽ വരുന്ന അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തും. ആ സ്വപ്നം ഇങ്ങനെ കണ്ട് അത് അവസാനം നമ്മുടെ ഒരു പ്രവർത്തന പദ്ധതിയായി മാറും. പ്രവർത്തന പദ്ധതിയായി നിങ്ങളുടെ മനസ്സിൽ അതൊരു പ്രവർത്തന പദ്ധതിയായി മാറുമ്പോൾ നമ്മൾ അനായാസമായി അതിനുവേണ്ടി വർക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ സക്സസ്, നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ വരുന്നത്. അതും ഞാൻ പറഞ്ഞു വരുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം, ഒരു പ്രവർത്തന പദ്ധതി ഉണ്ടാവണം. ആ പ്രവർത്തന പദ്ധതിയെ സഫലമാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ സാങ്കേതിക വിദ്യ സുന്ദരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല.
നമുക്കറിയാം ഇന്ന് KFC ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ 65-ാമത്തെ 75-ാമത്തെ വയസ്സിലാണ്. ഇന്ന് ആലിബാബയുടെ സ്ഥാപകൻ ജാക്ക് മാ അല്ലേ പേര് എന്തോ പ്രശ്നം പറ്റി, അദ്ദേഹം ഈ KFC-യില് ജോലിക്ക് പോയപ്പോ KFC-യിലെ ജോലി അദ്ദേഹത്തിന് നിരസിച്ചു. അദ്ദേഹത്തിന് സൗന്ദര്യമില്ല എന്നുള്ള പേരിൽ, അദ്ദേഹത്തിന്റെ രൂപം വെച്ചുകൊണ്ട് ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് KFC അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു. അമേരിക്കയിൽ പഠനത്തിന് പോയ സമയത്ത് പാർട്ട് ടൈം ജോലിക്ക് പോയതാണ്. പക്ഷേ അദ്ദേഹം 55-ാമത്തെ വയസ്സിൽ ലോകത്തെ വലിയ സമ്പന്നനായി റിട്ടയർ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രായം എന്ന് പറയുന്നത് വെറും സംഖ്യ മാത്രമാണ്. നമുക്ക് മറ്റൊരു ജീവിക്കും ഈ പെൻഷനും ഒന്നുമില്ല, അല്ലെ? അത് അവസാനം വരെ അത് പ്രവർത്തിക്കും. പല രാജ്യങ്ങളിലും അവരുടെ ആരോഗ്യം ഉള്ളിടത്തോളം കാലം ജോലി ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അപ്പോ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ പ്രവർത്തനത്തെ, നിങ്ങളുടെ സ്വപ്നത്തെ, നിങ്ങളുടെ സ്വപ്ന പദ്ധതിയെ സഫലമാക്കാൻ കഴിയുന്ന ഒരു ടൂളാണ്, ഒരു ആയുധമാണ്. ഈ ആയുധം നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? ഇതെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം? ഇത് നമ്മൾ തന്ന ബ്രോഷറിൽ നമ്മളത് വിശദമായിട്ട് പറയുന്നു. പ്രധാനമായിട്ടും നമ്മുടെ പരിമിതികളെ അതിജീവിക്കാൻ നമുക്കിത് കഴിയും. നിങ്ങളുടെ മനസ്സിൽ ഒരു നല്ലൊരു സിനിമാ കഥയുണ്ട്. അത് എഴുതാൻ നിങ്ങൾക്ക് എഴുത്ത് വശമില്ല, പക്ഷെ നിങ്ങൾക്ക് പറയാനറിയാം. സിനിമാ കഥ എഴുതാൻ അതിനകത്ത് ചില സാങ്കേതികത്വമുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതിന്, ആ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികത്വം നിങ്ങൾക്കറിയില്ല. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞു തരും. നിങ്ങൾ പറയുന്നത് അത് അതുപോലെ എഴുതും. നിങ്ങൾ പറയുന്നത് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെ മാറ്റി എഴുതും. നിങ്ങളൊരു കഥ പറയുന്നു, ആ കഥ പറഞ്ഞിട്ട് പറയാണ് ഇത് സിനിമ സ്ക്രിപ്റ്റ് ആക്കി തരണം എന്ന് പറയുമ്പോൾ അത് സിനിമ സ്ക്രിപ്റ്റ് ആക്കി തരും. നിങ്ങൾക്കൊരു നോവൽ എഴുതണം, നിങ്ങളുടെ ഒരു നോവലിന്റെ കഥ നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് നിങ്ങൾക്ക് കഥാപാത്രത്തിന്റെ പേരിടുക, ചാപ്റ്ററുകൾ വിഭജിക്കുക, ഓരോ ചാപ്റ്ററിലും വരുന്ന, ഓരോ അധ്യായത്തിലും വരുന്ന കഥ എന്താണ് എന്ന് പറയുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഴുതിത്തരും. നിങ്ങൾക്ക് മനസ്സിൽ നല്ല ഭാവനയുണ്ട്, വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളും അല്ലെങ്കിൽ രൂപങ്ങളും എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാവന. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല, കളർ കോമ്പിനേഷൻ അറിയില്ല, പക്ഷെ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് പറഞ്ഞാൽ മതി, അത് സുന്ദരമായിട്ട് വരച്ചു തരും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു ബ്രോഷർ ഉണ്ടാക്കണം, മികച്ചൊരു ബ്രോഷർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് തയ്യാറാക്കണം. പോസ്റ്റ് ഉണ്ടാക്കാനുള്ള രീതി നിങ്ങൾക്ക് അറിയില്ല, അതിന്റെ വാക്കുകൾ അറിയില്ല, അതിനെ ഇന്ന രീതിയിലൊരു പോസ്റ്റ് വേണം എന്നുള്ള. അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ജനറേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഒരു വീഡിയോ ആണ് ഇടുന്നത്, നിങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് പ്രൊമോഷന് വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോ തയ്യാറാക്കി തരും. നിങ്ങളൊരു അധ്യാപകനാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം. നിങ്ങൾ ഏത് പാഠഭാഗത്തെ അല്ലെങ്കിൽ ഏത് സിലബസിനെ ആസ്പദമാക്കിയാണോ നിങ്ങൾ ക്വസ്റ്റ്യൻ ആക്കേണ്ടത്, നിങ്ങൾ ആ പാഠഭാഗത്തിന്റെ PDF ഫയൽ അല്ലെങ്കിൽ അതിന്റെ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ട് ഒരു 10 ഷോർട്ട് ക്വസ്റ്റ്യൻ, 10 ഒബ്ജക്റ്റീവ് ടൈപ്പ്, 5 എസ്സേ തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാക്കി തരും. അത് ഇന്ന ഭാഗത്ത് നിന്ന് തയ്യാറാക്കി എസ്സേയുടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി തരാൻ പറഞ്ഞ എസ്സേയുടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി തരും. നമ്മുടെ അധ്വാനത്തെ, സമയത്തെ വലിയ തോതിൽ ലാഭിക്കുകയും നമ്മുടെ പരിമിതികളെ, ഇത് ചുമ്മാ തയ്യാറാക്കി തരിക എന്ന് പറയുന്നത് നിലവാരം കുറഞ്ഞ രീതിയിലല്ല. നിങ്ങൾക്ക് ഏത് നിലവാരത്തിലാണോ വേണ്ടത് ആ നിലവാരത്തിൽ തയ്യാറാക്കി തരും. നിങ്ങൾ തയ്യാറാക്കി തരുന്ന ഷേക്സ്പിയർ ഇംഗ്ലീഷ് രീതിയിൽ ആണെങ്കിൽ അങ്ങനെ, സിമ്പിൾ ഇംഗ്ലീഷിലാണെങ്കിൽ അത് ആ രീതിയിൽ, ഏത് രീതിയിലാണോ അത് തയ്യാറാക്കി തരാൻ പറഞ്ഞ് അത് രീതിയിൽ തയ്യാറാക്കി തരും. പ്രസന്റേഷൻ, പവർ പോയിന്റ് പ്രസന്റേഷൻ നിങ്ങൾ പറഞ്ഞാൽ മതി. എത്ര സ്ലൈഡ് വേണം, ഓരോ സ്ലൈഡിൽ ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളുടെ അതിന്റെ വിവരങ്ങൾ വെച്ചുകൊണ്ട് അത് തയ്യാറാക്കി തരും. അങ്ങനെ
ഇതെല്ലാം എങ്ങനെയാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്? എങ്ങനെയാണ് ഇതെല്ലാം തയ്യാറാക്കുന്നതെന്ന് അതൊരു കൗതുകമല്ലേ? എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? നമ്മളെങ്ങനെയാണ് ഒരു ഒരു പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു പരിപാടിക്ക് വിളിച്ചാൽ നമ്മളൊരു പ്രസംഗം നടത്തുന്നു, ഒരു വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രസംഗം നടത്തുന്നുവെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മയിൽ മനസ്സിൽ സൂക്ഷിച്ച് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സംഭവത്തിലൂടെ, ഒരു സംവിധാനത്തിലൂടെ എല്ലാ അറിവുകളും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ക്ലാസിക്കുകളെല്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ലോകത്തിലെ ഗവേഷണ പ്രബന്ധങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ലോകത്തിലുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ലോകത്തിലെ ചിത്രങ്ങൾ മുഴുവൻ ഇത് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ലോകത്തിൽ വന്ന പല സിനിമകളും വീഡിയോകളും ഒക്കെ ഇത് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, പുതിയ അറിവുകൾ ഇതിനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ള അറിവുകൾ ഇതിനകത്തിരിക്കുകയാണ്. ഈ അറിവ് പഠിച്ചു വെച്ച ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ അത് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്, സൃഷ്ടിച്ചു തരുന്നതാണ്. മനുഷ്യൻ സൃഷ്ടിക്കുന്നത് പോലെ ഓരോ ആളും അയാൾ പഠിച്ചു വെച്ച അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോ അറിവുകൾ ഓരോ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നത്, അല്ലെ? അതുപോലെ ഇപ്പൊ ഏറ്റവും നന്നായി വായന ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവൻ വായിച്ചു വന്ന അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവന്റെ ക്രിയേറ്റിവിറ്റി. അതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് ആർജിച്ചു വെച്ച അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറ്. അപ്പോ ഒരു നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കൊണ്ട് ഒരു കഥയുടെ കൺസെപ്റ്റ് കൊടുക്കുന്നു, നിങ്ങളൊരു കൺസെപ്റ്റ് കൊടുക്കുന്നു, അത് വേറൊരു കൺസെപ്റ്റ് കൊടുക്കുന്നു. സെയിം ടൈമിൽ രണ്ടാളിനും രണ്ട് കഥയായിരിക്കും വരുന്നത്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കി തരുന്ന രീതിയിലുള്ള ഒരു സാധനം ആയിരിക്കില്ല വേറൊരാളുടേത്. നിങ്ങൾ തന്നെ ഒരു പ്രാവശ്യം ഒരു പ്രസംഗിക്കുന്നു, കാണാതെ പഠിച്ച് പ്രസംഗിക്കുന്നതല്ല, നിങ്ങളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കുന്നതാണെങ്കിൽ ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന കാര്യമായിരിക്കില്ല അടുത്ത വേദിയിൽ പ്രസംഗിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭാഷണ രീതിയിൽ, അവതരണത്തിന് ഒക്കെ വ്യത്യാസമുണ്ട്. അതുപോലുള്ളൊരു വ്യത്യാസം ഇതിനകത്തും ഉണ്ടാവും. ഓക്കെ, അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് പഠിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് സുപരിചിതമായ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ChatGPT. ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി, ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഓപ്പൺ AI എന്ന കമ്പനിയാണ് ആദ്യമായിട്ട് ChatGPT 3.5 എന്ന വെർഷൻ ഇറക്കുന്നത്. ഈ 3.5നെ കൊണ്ട് അമേരിക്കയിലെ MBBSന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷ എഴുതിപ്പിച്ചു. പരീക്ഷ എഴുതിപ്പിച്ചപ്പോൾ അതിന് ഏതാണ്ട് 80% മാർക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിന്റെ പുതിയ വെർഷൻ ChatGPT 4നെ കൊണ്ട് പരീക്ഷ എഴുതിച്ചു. അതിന് ഏതാണ്ട് 90% മാർക്ക് കിട്ടി, അല്ല 98% മാർക്ക് കിട്ടി. അപ്പോ അമേരിക്കയിലെ ഡോക്ടർമാരുടെ ഏറ്റവും കൂടിയ സ്കോർ എന്ന് പറയുന്നത് 85-86%. അപ്പോ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറിനെക്കാളും അറിവ് ആർക്കുണ്ട്? ChatGPT-ക്കുണ്ട്, ChatGPT 4-നുണ്ട്. എന്ന് പറഞ്ഞാൽ ChatGPT 4ന്റെ കൂടെ നമുക്കൊരു അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരില്ല. കാരണം രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഇത് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് തരൂ. നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എനിക്ക് എന്നെ അസുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് തരാൻ പാടില്ല, അല്ലെ? ചില മെഡിക്കൽ സ്റ്റോറുകാർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ മരുന്ന് തരൂ. അതേപോലെയുള്ള രാജ്യത്തിന്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായ ഒരു കാര്യത്തിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യനെ അവഹേളിക്കുന്ന തരത്തിൽ, മതസ്പർശം ഉണ്ടാക്കുന്ന തരത്തിലൊന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കണം. ഈ ക്ലാസ് നമുക്ക് ഇനി അടുത്ത ചൊവ്വാഴ്ചയാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. ആ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്ന പദ്ധതി ഉണ്ടാവണം. ആ സ്വപ്ന പദ്ധതി നിങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യണമെന്നില്ല. ആ സ്വപ്ന പദ്ധതിയെ ഒരു പ്രവർത്തന പദ്ധതിയായി നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തണം.
ആ പ്രവർത്തന പദ്ധതിക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യം നമ്മളുടെ ഈ പഠന ഭാഗത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുക. ചില കാര്യം നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ പ്രവർത്തന പദ്ധതിക്ക് യോജിച്ചതായിരിക്കില്ല, അതിനെ സ്കിപ്പ് ചെയ്യുക. ചില കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം വരും, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അത് ചെയ്തു നോക്കുക. അങ്ങനെ അതിൽ നിങ്ങൾ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു സ്കില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിൽ വന്ന ഒരു ടീച്ചർ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു ടീച്ചർ പറഞ്ഞു, അവർ അമേരിക്കയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്തമെറ്റിക്സ് ട്യൂഷൻ എടുക്കുന്നു. ചാറ്റ് GPT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് അവരുടെ തൊഴിലിന് തന്നെ ഒരു പ്രതിസന്ധി, വെല്ലുവിളി സൃഷ്ടിക്കുന്നു. പക്ഷേ അതിനെ അതിജീവിക്കാൻ പറ്റും. ഇന്ന് വരെ അവർ മാത്തമെറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു എങ്കിൽ മാത്തമെറ്റിക്സ് ഉപയോഗിക്കാനുള്ള സ്കില്ലിംഗ് കുട്ടികളെ പഠിപ്പിക്കാം. അതാണ് വേണ്ടത്. ആ സ്കില്ലിംഗ് എങ്ങനെ പഠിപ്പിക്കാമെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആ ടീച്ചറിനെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ മാത്തമെറ്റിക്സിന്റെ ഒരു സ്കില്ലിംഗ്, ഒരു വാസന അല്ലെങ്കിൽ ഒരു നൈപുണ്യം പഠിപ്പിക്കുന്ന കുട്ടികൾക്കറിയാം. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക എന്നതായിരിക്കില്ല. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനും അല്ലെങ്കിൽ ഉയർന്ന സ്കോർ നേടാനുമാണ് ടീച്ചർ ട്യൂഷൻ എടുത്തിരുന്നുവെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ട്യൂഷന്റെ രൂപം മാറുന്നു, അത് സ്കില്ലിങ്ങിലേക്ക് മാറ്റുന്നു. സ്കില്ലിംഗ് ഇങ്ങനെയുമായി ബന്ധപ്പെട്ട കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കുട്ടിക്ക് നേടിയെടുക്കാൻ പറ്റില്ല, പക്ഷെ ഒരു ടീച്ചറിന് അത് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു പ്രവർത്തന പദ്ധതി ഉണ്ടാവണം. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചതിന്റെ ഒരു ഭാഗമായി ഇനി ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയോ സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സുമ രാജേഷ്, അറിയാതെ പറ്റിയതാണോ? ആരെങ്കിലും ഒന്ന് ചോദിക്കണം. സുമ രാജേഷ് അറിയാതെ പറ്റിയതാണെന്ന് തോന്നുന്നു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. നിങ്ങൾ സാർ കുട്ടപ്പൻ സാറേ, സാർ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ സാറേ, കുട്ടപ്പന്റെ പേര് ആലുവ എന്നാണ്. നമുക്കിത് ലാംഗ്വേജ് പഠിക്കാനായിട്ട് എങ്ങനെ പറ്റുമെന്നുള്ള ലാംഗ്വേജുകൾ ഇപ്പൊ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ പറ്റുമോ? അത് സാറിന് ഏത് ഭാഷയാണ് പഠിക്കേണ്ടത്? ഹിന്ദി ഇംഗ്ലീഷും രണ്ട് ഭാഷയാണ്. ഹിന്ദി ഇംഗ്ലീഷും പഠിക്കണം. തീർച്ചയായിട്ടും ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റും. ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ ക്ലാസിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞുതരും. ഏത് ഭാഷയാണോ നമുക്ക് അതൊന്ന് ഭാഷ പഠിക്കുന്നത്. ഭാഷ എന്ന് പറയുന്നത് സാർ ഈ പറയുന്ന പോലെ ഒരു സ്കില്ലിംഗ്, ഭാഷയിലെ ഒരു പ്രാവീണ്യം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് ഭാഷ പഠിക്കുന്നത്. അത് നേടിയെടുക്കുന്ന ഒരു ആർജവമാണ്, കഴിവാണ്. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് വേണം. അത്തരത്തിലുള്ള സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന്റെ സ്കില്ലാണ് അവന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ വിധം. ഏതൊക്കെ സ്കില്ലാണോ നിങ്ങൾ നേടിയെടുക്കണം, ആ സ്കില്ലുകൾ നേടിയെടുക്കണം. അതൊന്ന്. രണ്ട്, ഭാഷ പഠിക്കാതെ തന്നെ ലോകത്തിലുള്ള 130 ഭാഷകൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ലോകത്തെ ഏത് ഭാഷയിലുള്ള സാധനം നിങ്ങളെ കൈ കിട്ടിയാലും നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളൊരു ചൈനീസ് പ്രോഡക്റ്റ് വാങ്ങിച്ചു, അതിനകത്തുള്ള ബ്രോഷർ ചൈനീസ് ഭാഷയിലാണ്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് അത് മലയാളത്തിൽ വായിക്കാം. അത് നമ്മുടെ ഒരു പാഠഭാഗമാണ്. ഏത് ഭാഷയിലുള്ള ആളുമായിട്ടും നിങ്ങളുടെ ഫോണിന്റെ സഹായത്തോടു കൂടി സംസാരിക്കാം. ഒരു ജർമ്മൻകാരൻ വന്ന് ജർമ്മൻ ഭാഷയിൽ സംസാരിക്കുന്നു, നിങ്ങൾ മലയാളത്തിൽ പറയുന്നു, അദ്ദേഹം ജർമ്മൻ ഭാഷയിൽ കേൾക്കുന്നു, അദ്ദേഹം ജർമ്മനിൽ മറുപടി പറയും, നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാം. നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് അത് എങ്ങനെ ആണ് എന്നുള്ള കാര്യവും നമ്മൾ പഠിപ്പിക്കാം. ഓക്കെ സാർ.
മറ്റത് ഭാഷ പഠിച്ചെടുക്കുക. ഭാഷ പഠിച്ചെടുക്കാൻ നമുക്ക് ഉറപ്പായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ, ഭാഷ പഠിക്കാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന് ഞാനത് ഭാഷയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കിപ്പോ 8:45 സമയമുണ്ട്. ഭാഷ അല്ലെങ്കിൽ ആ ക്ലാസ്സിനകത്ത് അത് വിശദീകരിക്കാം. ഇനി അടുത്ത ആരാ ചോദിച്ചത്? അത് അല്പം നീണ്ടുപോകും, നമുക്കിനി 15 മിനിറ്റേ ഉള്ളൂ. അടുത്ത പുതിയ വീട്ടിൽ അതായത് നമ്മള് എല്ലാ കാര്യത്തിനും ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് ഇന്റലിജൻസിൽ അതിന് വല്ല കുറവും വരാൻ സാധ്യതയുണ്ടോ? ഒരു മനുഷ്യന്റെ അതെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം. അയാൾക്കുള്ള ബുദ്ധി വികാസം കുറയാൻ സാധ്യതയുണ്ട്. സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ അത് ഒന്ന് ഒരു മനുഷ്യൻ, നിങ്ങളൊരു സാഹിത്യകാരനാണ്, നിങ്ങൾക്കൊരു കവിയാണ് എങ്കിൽ ഒരു കവി ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കവിത എഴുതരുത്. നിങ്ങളുടെ ഒരു കവിയാണെങ്കിൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കവിത എഴുതരുത്. നിങ്ങൾ ഓർമ്മശക്തി, നിങ്ങളുടെ മാത്തമെറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് ഉപയോഗിച്ച് കൊണ്ട് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കരുത്. നമുക്ക് ഇതിനകത്ത് പാട്ട് എഴുതാം, പാട്ട് ട്യൂൺ ചെയ്യാം, പാട്ട് പാടിക്കാം. നിങ്ങൾ നന്നായി പാട്ട് പാടുകയും പാട്ട് ട്യൂൺ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് പാട്ട് പാടിക്കരുത്, പാട്ട് ട്യൂൺ ചെയ്യിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ പരിമിതികൾ പരിഹരിക്കാനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങളൊരു ബിസിനസ് നടത്തുന്നു, നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കണം. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അത് തയ്യാറാക്കണം. പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ ഒരു കൺസൾട്ടന്റിന്റെ കൊടുക്കാനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ കൺസൾട്ടന്റിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി തരും. നിങ്ങൾക്കൊരു കത്ത് വന്നു, കത്തിന് മറുപടി അയക്കണം. നിങ്ങൾക്ക് മറുപടി അയക്കാൻ നിങ്ങൾക്ക് അറിയില്ല, ഹിന്ദിയിലാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി അതിന്റെ സുന്ദരമായ ഒരു മറുപടി അയക്കാൻ വേറെ ഒന്നുമില്ല. ആ കത്തിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിന് നിങ്ങൾക്ക് തന്ന ഒരു ഓഫറാണ്. ഈ ഓഫർ, അതായത് നിങ്ങൾക്ക് ഒരു കമ്പനി, നിങ്ങളൊരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആളാണ്, ബോംബെയിൽ നിന്നുള്ളൊരു കമ്പനി ഓഫർ തരുന്നു. ഈ ഓണക്കാലത്ത് നിങ്ങൾ 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ സാധനം ഞങ്ങൾ തരും. കണ്ടീഷൻസ് ഇതാണ്. നിങ്ങൾക്ക് ആ ഓഫർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അയാൾക്ക് മറുപടി കൊടുക്കണം. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ കത്തിന് നിങ്ങൾ മൊബൈലിൽ സ്കാൻ ചെയ്യുന്നു, നമ്മളിവിടെ അത് ആ ഭാഗത്ത് നമ്മൾ പഠിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ ഐ എഗ്രി എന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ എനിക്ക് സമ്മതമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. സുന്ദരമായി അയാൾ തന്ന കത്തിനേക്കാളും വളരെ സുന്ദരമായ ഒരു മറുപടി കത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മെയിലായിട്ട് അയക്കാം. നിങ്ങൾക്ക് ഒരു വക്കീൽ നോട്ടീസ് തന്നു, ആ വക്കീൽ കഴിഞ്ഞ ക്ലാസ് ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പരിമിതികളെ അതിജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ നോട്ട് തിരുത്തി കൊടുക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഈസി ആയിട്ട് കുട്ടികളുടെ നോട്ട് നമുക്ക് തിരുത്തി കൊടുക്കാം. കുട്ടികളുടെ അങ്ങനെ നമ്മുടെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഗ്രാഫ്, കഴിഞ്ഞ ദിവസം ഒരു സാറ് പറഞ്ഞു, ഗ്രാഫ് വളരെയധികം സമയം ചെലവഴിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത്. ഡാറ്റ കൊടുത്താൽ മതി. ആ ഡാറ്റ, നിങ്ങളുടെ ഡാറ്റ കൊടുക്കുകയും വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി ഇന്നയാണ് ഇന്ന ഡാറ്റ. അത് വെച്ചിട്ട് സുന്ദരമായ ഗ്രാഫുകൾ അല്ലെങ്കിൽ അത് പറഞ്ഞു തരും. പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. പുസ്തകം നിങ്ങളൊരു വലിയ പുസ്തകം കിട്ടി, ആ പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുള്ളൂ. ആ പുസ്തകം മുഴുവൻ വായിക്കാനുള്ള സമയമില്ല. നിങ്ങൾ ആ പുസ്തകം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു. അത് നമുക്കറിയാവുന്ന മലയാള ഭാഷയിൽ, ഇംഗ്ലീഷ് പുസ്തകമാണ് മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞുതരും. അങ്ങനെ നമ്മുടെ പരിമിതികളെയൊക്കെ, നമ്മുടെ വിജയത്തിലേക്ക് പോകുന്ന വഴിയിൽ
തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഇത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഒരുക്കി തരുന്ന ഒരു സാധനമാണ്. നമുക്ക് നിങ്ങളുടെ സഹജമായ കഴിവുകളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ആ സഹജമായ വാസനകളെയും കഴിവുകളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അത് വ്യക്തിഗതമായി നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. ഓക്കെ ഓക്കെ അടുത്ത സാറേ, നമുക്ക് ഇതിനകത്ത് എഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ടോ? വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ടോ? വീഡിയോ എഡിറ്റിംഗ് മാത്രമല്ല എന്റെ കാസുകുമാരൻ മാഡം, നമുക്ക് വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യാം. വീഡിയോ നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം. മറ്റാരോ നിങ്ങളത് മ്യൂട്ട് ചെയ്യുമോ? കഴിഞ്ഞെങ്കിൽ മ്യൂട്ട് ചെയ്യുമോ? ഓക്കെ, അല്ല ക്യാമറ കണ്ടോട്ടെ. ഓക്കെ, ക്യാമറ ഇട്ടോളൂ, കുഴപ്പമില്ല. അപ്പോ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഉറപ്പായിട്ട് ഇതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഒപ്പം നിങ്ങൾ ഇപ്പോ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് വീഡിയോകൾ കാണാൻ വേണ്ടിയാണ്. അപ്പോ നിങ്ങൾ പ്രവർത്തിക്കുന്ന രംഗവുമായി ബന്ധപ്പെട്ട ഒരു ഫ്രഞ്ച് വീഡിയോ വന്നു. ആ ഫ്രഞ്ച് വീഡിയോ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാം. ഇനി ഒരു വലിയ വീഡിയോ, ആ വീഡിയോ ഒരു മണിക്കൂർ വീഡിയോ വന്നു. ആ വീഡിയോ നമുക്ക് അത്രയും വീഡിയോ കാണാനുള്ള സമയമില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവേണ്ട കാര്യമില്ല. നിങ്ങൾ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ 10 മിനിറ്റ് വീഡിയോ ആക്കി സമ്മറൈസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മറൈസ് ചെയ്ത് തരും. ഇനി നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, മറ്റു ഭാഷയിലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ചില ആൾക്കാർ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, ചില ആൾക്കാർ കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ചില ആൾക്കാർ വായിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിലെ കാര്യങ്ങൾ സ്ക്രിപ്റ്റ് ആക്കി തരും. അത് നമ്മളെ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യാം, വീഡിയോ ജനറേറ്റ് ചെയ്യാം, വീഡിയോ മറ്റു ഭാഷയിലുള്ള വീഡിയോയെ നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കാം, വീഡിയോയെ സമ്മറൈസ് ചെയ്യാം, വീഡിയോ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നത്? ഇതെല്ലാം പഠിക്കാൻ 5-10 മിനിറ്റ് സമയം മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. നമുക്ക് ഫോട്ടോയോ പല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിക്കണമെങ്കിൽ കുറഞ്ഞത് നല്ല പ്രഗത്ഭത്തോടു കൂടി ഒരു വീഡിയോ എഡിറ്റിംഗ് പഠിക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞത് 1 വർഷത്തെ കോഴ്സിന് ജോയിൻ ചെയ്യണം. ഒരു ഗ്രാഫിക് ഡിസൈൻ പഠിക്കണമെങ്കിൽ മിനിമം 6 മാസത്തെ കോഴ്സിന് ജോയിൻ ചെയ്യണം. 6 മാസത്തെ കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുന്ന ഗ്രാഫിക് ഡിസൈൻ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാം. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. ഇതൊന്നുമില്ല, നിങ്ങളെ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തു തരും. ഒരു ഗ്രാഫിക് ഡിസൈനർ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ പറയുന്നതനുസരിച്ച് അയാൾ ചെയ്തു തരുന്നു. അത്രയാണ്. നമ്മൾ നിർദ്ദേശം കൊടുക്കുക, അത് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ബുദ്ധിമാനെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ പഠിക്കണം. ഓക്കെ, അടുത്ത ആള്. അതിന്റെ ആൻസർ എനിക്ക് കിട്ടി സാർ. ചോദ്യത്തിനുള്ള അടുത്ത ആരാണ്? മേരി. സർ, ജോബ് വേക്കന്റ് വല്ലതും ഉണ്ടോ ഇതിനെ കുറിച്ച്? ജോബ് വേക്കന്റ് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കണ്ടെത്താൻ അല്ലേ? അതെ സാർ, അതെ. നമ്മളിത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്, ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും അറിയാൻ പറ്റില്ല. ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല. ചില ആർട്ടിഫിഷ്യൽ ഇപ്പൊ മെറ്റ AI ഒക്കെ ഇന്നത്തെ വിവരങ്ങൾ പറയും, അത് രാഷ്ട്രീയ വിവരങ്ങളൊന്നും പറയില്ല. ഇത് അടിസ്ഥാനപരമായ ഒരു ഭാഷാ മാതൃകയാണ്. നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കും. നിങ്ങളുടെ കഴിവുകൾ പറയുന്നു, നിങ്ങളുടെ പരിമിതികൾ പറയുന്നു, നിങ്ങളുടെ മറ്റു
സൗകര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റിയ തൊഴിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞുതരും. ആ തൊഴില് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും, അത് പറഞ്ഞുതരും. അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരും. അല്ലാതെ ഞാന് ഇപ്പോ ലാബ് ടെക്നീഷ്യൻ പാസ്സായ ഒരാളാണ്, എനിക്ക് ലാബ് ടെക്നീഷ്യൻ വേക്കൻസി എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ലാബ് ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ട്, നിങ്ങൾ ചെന്ന് അപ്ലൈ ചെയ്യൂ എന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞു തരില്ല. നിങ്ങൾക്ക് ഒരു കമ്പനിയിലേക്ക് ലാബ് ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്, ആ കമ്പനി പറയുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തയ്യാറാക്കി തരും. നിങ്ങളുടെ ഒരു ബയോഡേറ്റ റെസ്യൂം തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾ വളരെ മനോഹരമായ ഒരു ബയോഡേറ്റ ഇത് തയ്യാറാക്കി തരും. മനസ്സിലായോ? ഓക്കെ, അടുത്ത മെറ്റാ AI രാഷ്ട്രീയ കാര്യങ്ങൾ പറയില്ല എന്ന് പറയുമ്പോ അത് വേറെ എന്താ ചെയ്തു തരുന്നത്? മെറ്റാ AI നമ്മള് വാട്സപ്പ് എടുക്കുമ്പോ മെറ്റാ AI എന്നാ കാണിക്കുന്നത്. മെറ്റാ AI ഇന്ന് ഞാനൊന്ന് പറഞ്ഞ മെറ്റാ AIയില് നമ്മളെ രാഷ്ട്രീയ വാർത്തകളൊന്നും അത് ഇതിനെല്ലാം ഒരു പോളിസി ഉണ്ട്. ഈ പോളിസിക്കകത്ത് നിന്ന് മാത്രമേ പറയുള്ളൂ. ഇന്നത്തെ രാഷ്ട്രീയ വാർത്തകൾ അല്ലെങ്കിൽ മതപരമായ വാർത്തകൾ അല്ലെങ്കിൽ യുദ്ധസംബന്ധമായ വാർത്തകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞു തരില്ല. അതേസമയം സ്പോർട്സിന്റെ ഇന്ന് നടന്ന സ്പോർട്സിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. ഇന്ന് റിലീസായ സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ പറഞ്ഞു തരും. മനസ്സിലായല്ലോ? രാഷ്ട്രീയ വാർത്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് പറയില്ല. ഓക്കെ സാർ, ഗുഡ് ഈവനിങ്. ബിപിൻ സാഗറാണ് സാർ. നമ്മൾ പല ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ചാറ്റ് GPT അതുപോലെ ഗൂഗിൾ ജെമിനിയിലെല്ലാം ഡിഫറെന്റ് സെയിം പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ലാർജ് സ്കെയിലിൽ ഇപ്പൊ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 10 yearsന് ശേഷം പല ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ ഇതേ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുമ്പോൾ ഏത് ബിലീവ് ചെയ്യും നമ്മൾ? അപ്പൊ ഡാറ്റ അതിനെ പഠിച്ചു വെച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ഒരുപക്ഷെ റോങ് ആൻസർ തരികയാണെങ്കിൽ വാട്ട് വിൽ വി ഡു? സാറിന്റെ ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാമോ? അതായത് നമ്മളിപ്പോ സെയിം പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ, സെയിം പ്രോംപ്റ്റ് ഇൻപുട്ട് ഇപ്പൊ നമ്മൾ ചാറ്റ് GPTയിൽ അതുപോലെ തന്നെ മെറ്റാ AI അല്ലെങ്കിൽ അതുപോലെ ഗൂഗിൾ ജെമിനിയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആൻസറിൽ വേരിയേഷൻ കാണാം. ആൻസറിൽ വേരിയേഷൻ ആയിരിക്കില്ല, വ്യത്യസ്തമായ ആൻസർ ആയിരിക്കും തരുന്നത്. അതെ, വ്യത്യസ്തമായ ആൻസറും ചിലപ്പോ കോൺട്രവേഴ്സ്യൽ ചിലപ്പോ വരാറുണ്ട് ചില കേസുകളിലെല്ലാം. അപ്പൊ നമ്മൾക്ക് അത് അങ്ങനെ ഒരു ഇത് ഉള്ളപ്പോൾ നമ്മൾ ഇതിന്റെ സാധ്യത ഒരു പക്ഷേ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചില കാര്യങ്ങൾ ചില ആപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലവർ വേറെ ആപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ആധികാരികത സത്യാവസ്ഥ അപ്പൊ ചിലപ്പോ കുറച്ച് പീപ്പിൾസ് റോങ് ആയിട്ട് ചിന്തിക്കില്ലേ? അപ്പൊ നേരത്തെ ക്വസ്റ്റിന് അതെ, നമ്മുടെ കോഴ്സിന് ഈ പ്രശ്നം നമ്മുടെ കോഴ്സിൽ ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഇത് വ്യത്യസ്തമായ ഇത് ഭാഷാ മാതൃകയാണ്. വ്യത്യസ്തമായ ഭാഷാ മാതൃകകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും പ്രവർത്തിക്കുന്നത്. ഒരു പ്രോഗ്രാമിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. നമ്മളൊരു പ്രോഗ്രാം ആണെങ്കിൽ ആ ഒരു പ്രോഗ്രാമിനെ അടിസ്ഥാനപ്പെടുത്തി ജനറേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ അത് സെയിം ആയിരിക്കും. ഇത് വ്യത്യസ്തമായ ഭാഷാ മാതൃകകളാണ് ഓരോന്നിനും ഉള്ളത്. ചാറ്റ് GPTക്ക് ഒരു ഭാഷാ മാതൃക, ജെമിനിക്ക് ഒരു ഭാഷാ മാതൃക, മെറ്റ AIക്ക് വേറൊരു ഭാഷാ മാതൃക. അതുകൊണ്ട് തന്നെ അവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവും. ശാസ്ത്രീയമായ കാര്യങ്ങൾ വസ്തുതയിൽ വ്യത്യാസം ഉണ്ടാവില്ല. ശാസ്ത്രീയമായ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങളൊരു കഥ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും ഒരു പ്രോംപ്റ്റ് തന്നെ വ്യത്യസ്തമായ ഒരേ സൈറ്റിൽ തന്നെ 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ 2 കഥയായിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം ഇതിനകത്തുണ്ടാവും. ഇനി നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടിയും ഏത് ആപ്ലിക്കേഷൻ വിനിയോഗിക്കണം എന്നതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ഒരു സവിശേഷത. നിങ്ങൾ ശാസ്ത്രീയമായ ഒരു ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് നോക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ എവിടെ പോകണം? നിങ്ങളുടെ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് എവിടെ പോകണം? നിങ്ങൾക്ക് ക്രിയേറ്റീവായ ഒരു കാര്യമാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇവിടെ പോകണം. നിങ്ങൾ ഒരു പാട്ടാണ് എഴുതുന്നെങ്കിൽ പാട്ട് എഴുതാൻ പറ്റിയ AI ടൂൾ ഏതാണെന്ന് വെച്ചാൽ അവിടെ പോകണം. അപ്പോൾ ഇതെല്ലാം അതൊക്കെയാണ് നമ്മുടെ ഈ കോഴ്സിന്റെ സവിശേഷത. അത് നമ്മൾ ഇന്നതായിട്ട് നമ്മൾ ചെയ്യും. ഇപ്പൊ ജനറൽ ഇപ്പൊ ചാറ്റ് GPT, ജെമിനി,
മെറ്റയൊക്കെ എന്ന് പറയുന്നത് ഒരു ജനറൽ ടൂളാണ്. എന്ത് പറഞ്ഞാലും അത് പറഞ്ഞു തരും. പക്ഷെ സ്പെഷ്യലൈസ് ചെയ്ത് പെടുന്ന ധാരാളം ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനുകൾ നമ്മൾ ആ ആപ്ലിക്കേഷനുകൾ എങ്ങനെ വിനിയോഗിക്കാമെന്ന് പറയുന്നു. ഓക്കെ അടുത്ത. ഹലോ സാറേ, എന്റെ പേര് മേരി എന്നാണേ. ഞാൻ ഈ DTPയും ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഈ ടൈപ്പ് ചെയ്യാനായിട്ട് ആൾക്കാർ എഴുതിക്കൊണ്ട് തന്നെ മാറ്റർ നമുക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് ഇതായിട്ട് വരുമോന്ന് അറിയാനാ. നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എഴുതിക്കൊണ്ടുവരുന്ന സാധനം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് 1 സെക്കൻഡ് കൊണ്ട് അത്രയും ടൈപ്പ് ചെയ്ത് തരും. 1 സെക്കൻഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യമില്ല. ടൈപ്പ് ചെയ്ത് വരുന്ന സാധനം നിങ്ങൾക്ക് കിട്ടുന്ന, അത് നമ്മൾ കോഴ്സിൽ പറയുന്നതാണ്. നിങ്ങളത് മൈക്കൊന്നും മ്യൂട്ട് ചെയ്യോ, മൈക്ക് മ്യൂട്ട് ചെയ്യോ. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സാധനം, നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറാണ്, അത് ഡിസൈൻ ചെയ്യേണ്ടതാണ്. ആ ടൈപ്പ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് യൂണിക്കോഡിലാണ് കിട്ടുന്നത്. യൂണിക്കോഡ് ഫോണ്ടിന് എടുത്ത് കോറൽ ഡ്രോയിലോ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ഇലസ്ട്രേറ്ററിലോ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വരില്ല. അതിന് ചിലപ്പോൾ ചോദ്യം ചിഹ്നമായിട്ടോ കട്ടകളാക്കുക ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോ ആ യൂണിക്കോഡ് ഫോണ്ടിനെ എങ്ങനെ നമുക്ക് ഗ്രാഫിക് ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാം, അത് നമ്മുടെ ഇതിന്റെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ്സാണ്, ഒരു ഭാഗമാണ്. അതിന്റെയൊക്കെ നോട്ടുകൾ നമ്മൾ തരും. അത് യൂണിക്കോഡ് ഫോണ്ട്, ആ യൂണിക്കോഡ് ഫോണ്ടിനെ ഗ്രാഫിക് ഫോണ്ടായിട്ട് മാറ്റുക എന്നുള്ളത്. ഇനി ഗ്രാഫിക് ഡിസൈൻ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗ്രാഫിക് ഡിസൈനറാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ബോർഡ് തയ്യാറാക്കാൻ വേണ്ടി വന്നു. അതിന്റെ കൺസെപ്റ്റ് ഇന്നതാണ്. നിങ്ങൾ ഈ കൺസെപ്റ്റ് അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് അതുമായി ബന്ധപ്പെട്ട് ഏത് കളറാണ് ഉപയോഗിക്കേണ്ടത്, ഏത് ഫോണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്, കൺഫ്യൂഷൻ ആയി പോകും. നമ്മളൊരു ഓരോ ആവശ്യത്തിനും വ്യത്യസ്തമായി ഏറ്റവും യോജിച്ച ഫോണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് AI പറഞ്ഞു തരും. അപ്പൊ നിങ്ങളുടെ തൊഴിലായ ഗ്രാഫിക് ഡിസൈൻ AI പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ധാരാളം വേഗത്തിൽ ജോലി പൂർത്തിയാക്കാൻ പറ്റുന്നു. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അത് വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. കൂടുതൽ മനോഹരമായ ഡിസൈനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ അതായത് ഗ്രാഫിക് ഡിസൈൻ AI വരുന്നു. AI വരുമ്പോൾ ഗ്രാഫിക് ഡിസൈനറുടെ ആവശ്യമില്ലാതെ ആവുന്നു. AIയോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രാഫിക് ഡിസൈൻ ചെയ്തു തരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ AI ചെയ്യുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ് നിങ്ങളെങ്കിൽ AI-യുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യൂ. അപ്പോ ഒരാൾ സ്വന്തമായി ചെയ്യുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഡിസൈനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ തൊഴിലിനെ നിങ്ങൾക്ക് സുരക്ഷിതമാക്കാൻ പറ്റും. അതിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. കൂടുതൽ സ്കില്ലുകൾ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ മേരി? ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ അതിന്റെ സോഫ്റ്റ്വെയർ എങ്ങനെ കിട്ടും നമുക്ക്? സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ പറഞ്ഞു തരും. ഓൺലൈൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, അത് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു തരും. അതെല്ലാം പറഞ്ഞു തരും. ഓക്കെ, അത് നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ്, നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്. ഓക്കെ, സലാഹുദ്ദീൻ സാർ. ഓക്കെ, നമസ്കാരം സാർ. ഞാനൊരു മൊബൈൽ ടെക്നീഷ്യനാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നമുക്കത് ഫൈൻഡ് ചെയ്യാൻ, സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? അതാ എന്റെ ചോദ്യം. സാറ് ഒരു മൊബൈൽ ടെക്നീഷ്യനാണ്. ഏത് മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാം എന്നതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ടെക്നീഷ്യനിൽ എന്നുള്ള നിലയിൽ താങ്കൾക്ക് വളരെ സുന്ദരമായി ഈ സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന അപ്ഡേറ്റ്, നിങ്ങളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം വന്നു, നിങ്ങൾ അതിന്റെ ഒരു പടം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പടം എടുത്ത് കൊടുത്തിട്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരും. ഇനി ഒരു പുതിയ പ്രശ്നം നിങ്ങൾ പഠിച്ച രീതിയിലൊന്നും അത് മിക്കവാറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഒരു കസ്റ്റമർ സാധനം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ നിങ്ങളൊരു മൊബൈൽ ടെക്നീഷ്യനായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾക്ക് അത് വരുമാനം തൊഴിലും വരുന്നത്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ പരിജ്ഞാനമുള്ള ഒരാളിന്റെ അടുത്ത് നിങ്ങൾ പോയി ചോദിക്കും. അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. AI-യോട് ചോദിച്ചാൽ മതി, AI കൃത്യമായിട്ട് പറഞ്ഞു തരും.
ഓക്കെ ഓക്കെ. അടുത്ത ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ആ ഈ പവർ പോയിന്റ് PPTs ഞാൻ ചാറ്റ് GPT അതുപോലെ ജെമിനിയിലെല്ലാം ട്രൈ ചെയ്തു. പക്ഷെ അത് ഓക്കെ അതിനനുസരിച്ച് അതൊന്നും പ്രിപ്പയർ ചെയ്യില്ല എന്ന് പറഞ്ഞു. സാർ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണോ? അതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് വേറെ ആപ്പ് ഉണ്ടായിരിക്കും അല്ലേ? അയ്യോ ഓക്കെ പറയൂ സാർ. നമുക്ക് പവർ പോയിന്റിനല്ല സ്പെസിഫിക് ആയിട്ട് വേറെ ഓപ്പൺ AI പോലെ തന്നെ വേറെ ഉണ്ടായിരിക്കും അല്ലേ? അതായിരിക്കും. അതെ, ചാറ്റ് ജിപിടിയും ജെമിനിയും ഒന്നും പവർ നിങ്ങൾക്ക് ഇന്നൊരു വിഷയമുണ്ട്, പവർ പോയിന്റ് ചെയ്യണം. ഈ പവർ പോയിന്റിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എനിക്കൊരു 10 പവർ പോയിന്റ് വേണം, 10 പവർ പോയിന്റ് ഇന്ന വിഷയത്തിലെ 10 പവർ പോയിന്റിന്റെ കണ്ടന്റ് ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ചാറ്റ് GPT ആയാലും ജെമിനി ആയാലും മെറ്റ ആയാലും ജനറേറ്റ് ചെയ്ത് തരും. പക്ഷേ പവർ പോയിന്റ് പക്ഷേ നിങ്ങൾക്കൊരു പവർ പോയിന്റ് സ്ലൈഡ് ജനറേറ്റ് ചെയ്ത് തരാൻ പറയാൻ ചാറ്റ് GPT ചെയ്തു തരില്ല. അതിന് നമ്മുടെ ഇതിനകത്ത് പവർ പോയിന്റ് പ്രസന്റേഷൻ തരുന്ന 3-4 ആപ്ലിക്കേഷനുകളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ആപ്ലിക്കേഷനോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചോദിക്കും എത്ര സ്ലൈഡാണ് വേണ്ടത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ടെംപ്ലേറ്റുകൾ കാണിക്കും. ഏത് ടെംപ്ലേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് തന്നെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം. അതായത് ബാക്ക്ഗ്രൗണ്ടും അതിന്റെ തീമും ഒക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആ സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ കണ്ടന്റ് ഉൾപ്പെടെ, പടങ്ങൾ ഉൾപ്പെടെ, ആ പ്രസന്റേഷനിൽ വീഡിയോ വരണമെങ്കിൽ വീഡിയോ ഉൾപ്പെടെ നിങ്ങൾക്ക് അത് തയ്യാറാക്കി തരും. മലയാളത്തിലും തയ്യാറാക്കി തരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ അത് നമ്മൾ പഠിപ്പിക്കും. പവർ പോയിന്റ് ഒരു ദിവസത്തെ ക്ലാസ് നമുക്ക് പവർ പോയിന്റ് ഒരു ദിവസം അല്ല, 6 ദിവസം. ഓക്കെ ഓക്കെ. ഞാൻ വന്നതാണ് സാർ. താങ്ക് യു സാർ. പറഞ്ഞതാണ്. അടുത്ത രതീഷ് കുമാർ. രതീഷ് സാർ, സബിത നസീർ പറഞ്ഞതാണ് അത്. രതീഷ് സാറ് ഉണ്ട്. ചോദിക്കൂ സാർ. ഈ സംസ്കൃത ഭാഷയും അനുബന്ധ സാഹിത്യങ്ങളും AI ഭാഷയിലുണ്ടോ? സംസ്കൃത ഭാഷ അനുബന്ധ സാഹിത്യങ്ങളും AI ഉണ്ടോ? കേട്ടില്ല. സംസ്കൃത ഭാഷയും അനുബന്ധ സാഹിത്യങ്ങൾ, അനുബന്ധിച്ച് വരുന്ന സാഹിത്യങ്ങളും ഉണ്ടോന്നാ AI? സാറേ, AI നമുക്കിപ്പോ ചാറ്റ് GPTയും ജെമിനിയും ഒന്നും തന്നെ മലയാളം ഒക്കെ തയ്യാറാക്കി തരുന്നു എങ്കിലും അതിനകത്തൊക്കെ ഉള്ള പരിമിതികളുണ്ട്. അത് വളരെ മലയാള ഭാഷയിൽ അതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ പരിമിതികളെ, മലയാള ഭാഷയിലേക്ക് വേണ്ടി പരിമിതികളെ എങ്ങനെ അതിജീവിക്കാം നമ്മൾ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്കൃതവും ഇത് AIക്ക് അറിയാം. പക്ഷെ സംസ്കൃതത്തിൽ തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിമിതിയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകള്, കുതന്ത്രങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ചില തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ നമ്മളിത് പഠിപ്പിക്കും കേട്ടോ. മലയാളം അപ്പൊ ഇന്ത്യയിൽ തന്നെ ഒരു ചാറ്റ് GPT പോലെ ഇന്ത്യയിൽ തന്നെ ചാറ്റ് GPT പോലെ ഹനുമാൻ എന്ന് പറയുന്ന ഒരു AI ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ ഹനുമാൻ സംസ്കൃതമൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹനുമാന്റെ സഹായത്തോടു കൂടി ഒക്കെ നമുക്ക് സംസ്കൃതത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സാറ് സംസ്കൃത അധ്യാപകനാണോ? സംസ്കൃത അധ്യാപകനാണ്. അതെ, അതുകൊണ്ടാ. സംസ്കൃതത്തിൽ പറ്റും. സംസ്കൃതത്തിൽ സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ. ഹനുമാൻ എന്ന് പറഞ്ഞൊരു ആപ്പാണോ സാറേ? ഹനുമാൻ എന്ന് പറഞ്ഞത് ഒരു ആപ്പാണോ? ആപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഹനുമാന്റെ ആപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഇതില് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഇതൊക്കെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫെക്ഷൻ, അതായത് ചാറ്റ് GPTയിലും ജെമിനിയിലും ഒക്കെ കിട്ടുന്നത് പോലെ ഒരു പെർഫെക്ഷൻ അതിനകത്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരതിനൊന്നും പ്രചരണം കൊടുക്കാത്തത്. നമ്മുടെ സ്വന്തം സാധനമായിട്ട് പോലും ആ കമ്പനി അതിന് വേണ്ട പ്രചരണം കൊടുക്കാത്തത്, അത് നിശബ്ദമായി അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ക്രമാനുഗതമായി ആണ് ഇതെല്ലാം വളർന്നു വരുന്നത്. ഓക്കെ.
ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഹനുമാന്റെ ആപ്പും hanuman.com-ലൊക്കെ പോയി നോക്കാം. ഇന്ത്യൻ മിഥോളജിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, 9:12 എന്നാൽ ഞാൻ പെട്ടെന്ന് സാറ് പറഞ്ഞതനുസരിച്ച് നമുക്ക് മെറ്റ AI അതെ അതെ അതെ. അത് മൊബൈലിൽ നിന്നാണ് അത്. സ്ക്രീൻ നമ്മുടെ വാട്സാപ്പിൽ ഒരു നീല വൃത്തം നിങ്ങളെ വാട്സാപ്പിലൊക്കെ ഇതിനകം വന്നിരിക്കും. ഇതാ ഈ കാണുന്ന, കേൾക്കാമോ? ഈ കാണുന്ന ഈ കാണുന്ന ഒരു നീല വൃത്തം, ഈ നീല വൃത്തം എന്ന് പറയുന്നത് മെറ്റ AI എന്ന് പറയുന്ന ഒരു AI ആപ്ലിക്കേഷൻ ആണ്. വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ മെറ്റ AI ഉപയോഗിക്കാം. മെറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടേതാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ആയ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ മെറ്റയുടേതാണ്. അപ്പൊ മെറ്റ AI എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ടൂൾ കൂടെ ഉണ്ട്. ഒപ്പം ഇത് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ മെറ്റ AI വന്നിട്ടുണ്ട്. അത് ഈ കാണുന്ന നീല വൃത്തത്തെ, പർപ്പിൾ നിറമാണ് നീല എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നത്, അതിലൊന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റ AI വന്നു കഴിഞ്ഞു. അപ്പൊ മെറ്റ AIയിൽ ഈ കാണുന്ന മെസ്സേജ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തു തരും. പടം വരച്ചു തരും, ഫോട്ടോ ജനറേറ്റ് ചെയ്ത് തരും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം തരും. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാമോ? എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കൂ. സർ, സച്ചിൻ ടെണ്ടുൽക്കറും ഷെയ്ൻ വോണും തമ്മിലുള്ള ഒരു ബാറ്റിൽ, സച്ചിൻ ടെണ്ടുൽക്കറും ഷെയ്ൻ വോണും തമ്മിലുള്ള ഒരു ബാറ്റിലിന്റെ ഒരു ഫോട്ടോ വരട്ടെ. എങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കർ ആൻഡ് ഷെയ്ൻ വോൺ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റിലിന്റെ ഒരു ഫോട്ടോ ഞാൻ നോക്കാം. നമ്മള് ഇതിനകത്ത് ഒരു പ്രശ്നം എന്നുള്ളത്, ചില ആൾക്കാരുടെ പേരുകൾ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ ട്രേഡ് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള പേരുകൾ വെച്ചുകൊണ്ട് നമുക്ക് പടം ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. സച്ചിൻ ആൻഡ്, എനിക്ക് മറ്റേ ഇതില് ക്രിക്കറ്റില് വലിയ പ്രാവണ്യം ഇല്ലാത്തത് കൊണ്ട് ഈ പേരുകൾ എനിക്ക് അറിയില്ല. വേറൊരാളുടെ പേര് പറഞ്ഞല്ലോ, ഷെയ്ൻ വോൺ. കുറവാണ്. SI ഇട്ടിട്ടില്ല, SI ഇട്ടിട്ടുള്ളൂ. ഒരു A കുറവുണ്ട് സച്ചിന്. ഷെയ്ൻ.
വോൺ VON കൊടുത്താൽ മതി. ഷൈൻ വോൺ. VON. സ്പെല്ലിംഗ് പറയൂ. VON കൊടുത്താൽ മതി. VON വോൺ. VON. ഷൈൻ ബോൺ. എന്നിട്ട് എന്താണ് അതിനകത്ത് വരേണ്ടത് പടം? ഒരു ബാറ്റിൽ. ഷൈൻ ബോൺ അല്ല കേട്ടോ, V ആണ്. V ആണ് വോൺ. ഫോർ വിക്ടറി. ഇൻ ക്രിക്കറ്റ് എന്ന് കൊടുത്തോ, ഇൻ ക്രിക്കറ്റ് എന്നോടെയും കൊടുത്തേക്ക്. അല്ല, ഇമേജ് ക്രിയേറ്റ് പറഞ്ഞ വന്നല്ലോ. ആള് മാറി, രണ്ടാണ്. എനിക്ക് വന്നത് സച്ചിൻ ആൻഡ് ഷൈൻ ബോൺ ബാറ്റിൽ ക്രിക്കറ്റ് എന്ന് കൊടുത്താലേ എനിക്ക് നമുക്ക് ഉദ്ദേശിച്ചത്. ക്രിക്കറ്റ് നമ്മൾ കൊടുത്തില്ല. ക്രിക്കറ്റ് എന്ന് കൊടുത്താലേ ക്രിക്കറ്റ് വരുള്ളൂ. ബാറ്റിലാ കൊടുത്തത്. നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് തരുള്ളൂ. ബാറ്റിൽ ഇൻ ക്രിക്കറ്റ് എന്ന് പറയാം. സച്ചിൻ ആൻഡ് ഷൈൻ ബോൺ ബാറ്റിൽ. അപ്പോ നിങ്ങൾക്ക് അപ്പൊ ഇത് നമുക്ക് വേറെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കാം. നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു ബർത്ത്ഡേ വന്നു. ആ ബർത്ത്ഡേയുടെ അയാളുടെ പേര് വെച്ചുകൊണ്ട് ഒരു ബർത്ത്ഡേ കാർഡ് ജനറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്ത് തരും. അത് ഏത് ടീമിൽ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിൽ ജനറേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങൾ ആഹാരം ബിരിയാണി ഉണ്ടാക്കുന്നു. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നെയ്യ് വേണം, അങ്ങനെ പല സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ബിരിയാണി റൈസും വെളിച്ചെണ്ണയും 2 പച്ചമുളകും ഒരു കഷ്ണം ഒരു സവാളയും മാത്രമേ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു തരും. അപ്പൊ ഇതെങ്ങനെയാ പറഞ്ഞു തരുന്നത്? ഇതിന്റെ എല്ലാം ടേസ്റ്റും അരിയുടെ കൂടെ എണ്ണ ചേർന്ന് കഴിഞ്ഞാൽ ഏത് ടേസ്റ്റ് വരും, അപ്പോൾ അത് എത്ര എണ്ണ ചേർക്കണം, അതിന്റെ കോമ്പിനേഷൻ ഒക്കെ വെച്ചുകൊണ്ട് ഒരു റിസർച്ച് ഓറിയന്റഡ് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇതിനെക്കുറിച്ച് അപഘാതമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്ക് ആ ഒരു റെസിപ്പി ജനറേറ്റ് ചെയ്ത് തരുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ എല്ലാം മൊബൈൽ ഫോണിൽ ഇരിക്കുന്ന മെറ്റ AI എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ദൈനംദിന ആവശ്യത്തിനുള്ള ഉടനടി ഇപ്പൊ ഒരു മന്ത്രിയുടെ പേര് അറിയണം, എനിക്ക് കേന്ദ്രത്തിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് റിലീസായ സിനിമ ഏതാണെന്ന് മെറ്റയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു തരും. ഇന്നത്തെ സ്പോർട്സ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അങ്ങനെ നമ്മുടെ ദൈനംദിന അല്ലെങ്കിൽ നിങ്ങൾ മെറ്റയുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഞാനിതിപ്പോ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് ഇത് പ്രോംപ്റ്റ് കൊടുക്കുന്നത്? ആ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് നമുക്ക് റിസൾട്ടിന് വേണ്ടി ഏത് രീതിയിൽ പ്രോംപ്റ്റുകൾ കൊടുക്കണം, പ്രോംപ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രോംപ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്ത് വരുള്ളൂ. മെറ്റ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഇത് ചെയ്തത്. മെറ്റയെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഉണ്ട്. മെറ്റയെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അതെ, നമ്മൾ പ്രോംപ്റ്റ് അതൊക്കെ അതിന്റെ നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. പ്രോംപ്റ്റ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രോംപ്റ്റ് എങ്ങനെയാണ്, പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നിർദ്ദേശം എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം ഇതിന്റെ തുടക്കത്തിൽ തന്നെ അത് പഠിപ്പിക്കും. ഇതൊന്നും ക്ലാസ് അല്ല, ഇന്നത്തെ നമ്മുടെ ക്ലാസ് അല്ല. നമ്മൾ ഇതിനകത്ത് ചോദിച്ചാൽ പലരും പ്രോംപ്റ്റ് എന്നുള്ള വാക്കൊക്കെ അറിയാന്നുള്ള ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ വാക്കെന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ നിർദ്ദേശമാണ്. നമ്മൾ എങ്ങനെയാണ് ആ നിർദ്ദേശം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കും. പ്രോംപ്റ്റ് എന്ന് പറയാൻ പ്രോംപ്റ്റ് നമ്മൾ 6 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ പ്രോംപ്റ്റിനെ കുറിച്ച് എങ്ങനെ നിർദ്ദേശം കൊടുക്കണം എന്നതിനെ കുറിച്ച് പറയുന്നത്. 6 ക്ലാസ് ഓരോ ദിവസവും അത് 10 മിനിറ്റ് 5 മിനിറ്റ് സമയം വീതം ഈ പ്രോംപ്റ്റിനെ കുറിച്ച് നമ്മൾ പറയും. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ സാർ. ഓക്കെ അതെ സാറേ, ഇത് പഠിക്കുമ്പോഴേ ഈ ഇമെയിൽ എല്ലാം അറിഞ്ഞിരിക്കണമെന്നുണ്ടോ? അയ്യോ, ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ മിനിമം യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലയാള ഭാഷ സംസാരിക്കാൻ അറിയണം.
മലയാളത്തിൽ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിച്ച പോലെ പറയാൻ മാത്രം അറിഞ്ഞാൽ മതി. ഈ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി വേണമെന്നില്ല, മൊബൈൽ ലിറ്ററസി വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയല്ലോ. ഈ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ലേ? ഈ ഒരു സാങ്കേതികമായ അറിവ് മതി. ഈ അറിവ് വെച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി എന്തും നിങ്ങൾക്ക് സാധ്യമാണ്. ഓക്കെ, മീരാകൃഷ്ണൻ മനസ്സിലായോ? മനസ്സിലായി സർ. ഇമെയിലൊക്കെ അയക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കും. ഇമെയിൽ അയക്കാനും തയ്യാറാക്കാനും മറുപടി അയക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിക്കും. അതിന്റെ ഒരു മോഡൽ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിൽ കയറിയിരുന്നോ മീരാകൃഷ്ണൻ? കയറിയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് ഒരു എല്ലാം കൂടെ ചേർത്തുകൊണ്ട് എന്താണ് ഇത് നമ്മുടെ ക്ലാസ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് നിങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് ഒന്ന് പറഞ്ഞു തരാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിലെന്ന് പറയുന്നത് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. ഓരോ ദിവസവും എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് തലേ ദിവസമോ അന്നേ ദിവസമോ നമ്മൾ ഗ്രൂപ്പിൽ ഇടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വന്നിരിക്കുക. ഈ ക്ലാസ്സുകൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ മിസ്സാവുകയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുന്നത് അത് ഇനി നാളെ മുതലുള്ള അടുത്ത ക്ലാസ് മുതലുള്ള റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാങ്കേതികമായ രീതിയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റേ പുറത്തുള്ള ആൾക്കാർക്ക് റെക്കോർഡഡ് ക്ലാസ് കയറാൻ പറ്റില്ല. റെക്കോർഡഡ് ക്ലാസ്സിന് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരുടെ മെയിൽ ഐ ഡിയിലൂടെ മാത്രമേ റെക്കോർഡഡ് ക്ലാസ് കയറാൻ പറ്റുള്ളൂ. ആ മെയിൽ ഐ ഡി അത് മറ്റൊരാളിന് ഷെയർ ചെയ്താലും അയാൾക്കും അതിനകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ ഉള്ള രീതിയിലാണ് റെക്കോർഡ് ക്ലാസ്സുകൾ ഇതിനകത്ത് ഇടുന്നത്. ഓക്കെ, രണ്ട്, നമ്മൾ ഇതിനകത്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓരോ ക്ലാസ്സിന് അടുത്ത ക്ലാസ്സുമായിട്ടുള്ള ഒരു തുടർച്ച ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സഹായകരമാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന കാര്യമാണ് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ വരിക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ചോദ്യം ചോദിക്കുന്ന ഒരു സെഷനിൽ ആ കാര്യങ്ങൾ ചോദിക്കുക, കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാൻ വിട്ടുപോയെന്ന് വിചാരിക്കുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അയ്യോ എനിക്കത് ചോദിക്കാൻ വിട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഗ്രൂപ്പിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രൂപ്പിൽ അതിന്റെയും ഉത്തരം തരുന്നതായിരിക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സഹായകരമാകുന്ന അല്ലെങ്കിൽ കൊച്ചു കൊച്ചു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പ്രയോജനപ്പെടുത്തുക. നിങ്ങളോടൊപ്പം നമ്മളുണ്ട്, ശാന്തിഗ്രാമുണ്ട്, ഹൈടെക് ഉണ്ട്. നമ്മളെല്ലാം ഇനി ഒരു 2 മാസം ഒരു കുടുംബം പോലെയാണ്. ഈ 8 മണി മുതൽ 9 മണി വരെ ഉള്ള ഒരു സമയം വളരെ കാര്യക്ഷമമായി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഹലോ, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 8 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസ്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ചില എക്സ്ട്രാ ക്ലാസ്സുകളും നമുക്കുണ്ടാവും. ഓക്കെ, സർ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാന് ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഡ്വക്കേറ്റ് പ്രൊഫഷനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോ ഒരു പൊതുപ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. ഇതൊരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. ഓക്കെ, ഇല്ല ശരി ശരി, ഓക്കെ. അല്ലല്ല, അപ്പൊ എനിക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. വേറൊന്നുമല്ല, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം.
എന്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഈ AI ക്ലാസ് എങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താമെന്നതിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു സ്വപ്ന പദ്ധതി ഉണ്ടാവണം. ആ സ്വപ്ന പദ്ധതികളെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് അതിനെ ഒരു പ്രവർത്തന പദ്ധതിയാക്കി നിങ്ങളുടെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവണം. അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഈ ക്ലാസിന്റെ ഓരോ ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സ്വപ്നം സഫലമാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ഘടകം ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾ തോന്നുകയും അതിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യാം. അല്ലാതെ നമ്മളൊരു ക്ലാസ് കഴിഞ്ഞു ആ ക്ലാസ്സിന്റെ പ്രാക്ടിക്കൽ ചെയ്യുന്നു എന്നതല്ല. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാക്കണം. പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഇതിനെ ഉപയോഗിക്കണം. നിങ്ങളുടെ ഏത് മേഖലയിലായാലും ആ മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ച ആ സ്വപ്നങ്ങളെ വീണ്ടും പൊടി തട്ടി എടുക്കാനും ഇതൊരു അവസരമാണ്. ഓക്കെ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അപ്പോ ഇനി എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നതെന്ന് മുകേഷ് സാറ് ഒന്ന് ഓക്കെ സർ, ഗുഡ് ഈവനിങ്. ഞാൻ വിപിൻ സാഗറാണ്. അപ്പോ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ ബേസിക് തലത്തിൽ നിന്ന് ഹയർ ലെവലിലേക്ക് വരെ എത്താൻ കഴിവുള്ള ഒരു ആളാണ് അദ്ദേഹം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അത് എല്ലാവരിലേക്കും മനസ്സിലാകുന്ന തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പല തട്ടിൽപ്പെട്ട ആൾക്കാരുണ്ട്. പ്രായം കുറഞ്ഞവരുണ്ട്, പ്രായം കൂടിയവരുണ്ട്. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഒരു 40-45 വയസ്സുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് വേണ്ടത്. നമ്മൾക്ക് എല്ലാവർക്കും വളരെ മനസ്സിലാവുന്ന തരത്തില്. അപ്പൊ അതുപോലെ തന്നെ ആ ക്ലാസ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. ഒരു ഫാമിലി ആയിട്ട് ഞങ്ങളും നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് തീർച്ചയായിട്ടും വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ശരി, ഞാൻ ഇറങ്ങുന്നു. താങ്ക് യു സാർ.